Hello dear code learners, welcome to my YouTube channel Code Learner. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ റിക്കഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാൻ നിങ്ങൾക്ക് പല മെത്തേഡ്സും യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 into 3 into up to that n അത്രയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് എൻ ഫാക്ടോറിയൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ലോജിക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു അപ് ടു 1, അതായത് റിവേഴ്സ് ഓർഡറിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാക്ടോറിയൽ കിട്ടും. രണ്ടും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം ആ ഒരു ലോജിക്കിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒന്ന് നോർമൽ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട്, അതായത് റിക്കഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്ട് ഫാക്ടോറിയൽ എങ്ങനെ കാണാൻ പറ്റുന്നുള്ളത് നോക്കാം. സെക്കൻഡ് മെത്തേഡ് ഒരു റിക്കഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫാക്ടോറിയൽ കാണാം എന്നുള്ളതും നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോൺ റിക്കഴ്സീവ് മെത്തേഡിൽ ഒന്ന് ഫാക്ടോറിയൽ കാണാനുള്ള ലോജിക് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്പർ റീഡ് ചെയ്യണം, അതായത് നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണോ കാണേണ്ടത് ആ നമ്പർ ഫസ്റ്റ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നം ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ നമ്പർ. ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണോ കാണേണ്ടത് ആ നമ്പർ ഫസ്റ്റ് റീഡ് ചെയ്യാം. ദെൻ നമുക്കൊരു എഫ് എന്നുള്ളൊരു വേരിയബിളിനകത്തോട്ട് നമുക്കൊരു ഫാക്ടോ എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പോൾ ആ ഫാക്ടോ എന്നുള്ള ഫംഗ്ഷന് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് എഫ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആകും. സോ ഫാക്ടോ ഓഫ് എം ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മളിവിടെ റീഡ് ചെയ്ത നമ്പറാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ദെൻ ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മളിവിടെ മേലെ എഴുതേണ്ടി വരും. സോ DEF ഫംഗ്ഷൻ്റെ പേര് ഫാക്ടോ എന്നാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് ഒരു നമ്പറാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഇവിടുന്ന് വരുന്ന നമ്പറിനെ ഇവിടെ ഈ ഒരു വേരിയബിളിനകത്ത് റിസീവ് ചെയ്യും. പിന്നെ ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇതിനുള്ളിൽ എഴുതാം. ഓക്കെ, സോ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് നമ്പർ ഇൻറ്റു നമ്പർ -1 ഇൻറ്റു നമ്പർ -2 അങ്ങനെ 1 വരെ പോകണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എഫ് ഈക്വൽ ടു 1 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി ഒരു ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വൈൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഫാക്ടോറിയൽ കാണണം അല്ലേ. വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എഫ് ഈക്വൽ ടു ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഇൻറ്റു എഫ്. ഓൾറെഡി എഫിനകത്ത് 1 ആണുള്ളത്. സോ എഫ് ഈക്വൽ ടു ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഫോർ എക്സാമ്പിൾ 5 ആണെങ്കിൽ 5 ഇൻറ്റു 1 കാണും. സോ ഈ എഫിനകത്ത് 5 റീഡ് ചെയ്തു. ഇനി അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ നമുക്ക് 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അതായത് ഓൾറെഡി ഉള്ള റിസൾട്ടിൽ ഇപ്പോൾ 5 ഉണ്ട് എഫിനകത്ത്, ദാറ്റ് 5 ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. ദെൻ അത് കഴിഞ്ഞ് വരുന്ന ഇറ്ററേഷനിൽ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോഴും നമ്മിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ഡിക്രിമെൻറ്റ് ചെയ്യണം. സോ നം ഈക്വൽ ടു നം -1. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതുവരെ പോകും, നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആകുന്നത് വരെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ നം എന്നുള്ള വേരിയബിളിനകത്ത് എന്തുണ്ടായിരിക്കും, നം എന്നുള്ള വേരിയബിളിനകത്ത് 0 ആയിരിക്കും വാല്യൂ ഉണ്ടാകുക. എഫിനകത്ത് കറസ്പോണ്ടിങ് നമ്പറിൻ്റെ ഫാക്ടോറിയൽ ഉണ്ടാകും. കാരണം എഫിനകത്തോട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ആ എഫിൻ്റെ വാല്യൂ ഒന്ന് റിട്ടേൺ ചെയ്താൽ മതി, റിട്ടേൺ എഫ്. അപ്പോൾ ഇവിടുന്ന് എന്താണോ എഫ് റിട്ടേൺ ചെയ്യുന്നത് അത് ഈ ഒരു എഫ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആകും. അപ്പോൾ ഈ എഫ് എന്നുള്ള വേരിയബിളും ഈ എഫ് എന്നുള്ള വേരിയബിളും ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എഫ് എന്നുള്ള വേരിയബിളും രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ടും ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എഫിനകത്ത് ഇവിടുന്ന് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് ഈ എഫിനകത്ത് സ്റ്റോർ ആകും. നമുക്ക് ആ വാല്യൂ പ്രിന്റ് ചെയ്യിച്ചാൽ മതി. സോ പ്രിന്റ് ദ ഫാക്ടോറിയൽ ഈസ് പറഞ്ഞിട്ട് ആ ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യിക്കാം. ഫോർ എക്സാമ്പിൾ എഫ്. ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാം. ടെസ്റ്റ് എന്ന് പേര് കൊടുക്കാം ഫയലിന്. റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ് റിസൾട്ട് കിട്ടേണ്ടത്. സോ 5ൻ്റെ ഫാക്ടോറിയൽ 120 ആണ്. അപ്പോൾ ഇതാണ് നോൺ റിക്കഴ്സീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാനുള്ള പ്രോഗ്രാം. ഇവിടെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് കീബോർഡിൽ നിന്ന് യൂസറുടെ ഒരു നമ്പർ റീഡ് ചെയ്തു. ദെൻ ഫാക്ടോ എന്നുള്ള ഈ ഒരു മെത്തേഡ് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ആർഗ്യുമെൻ്റ് ആയിട്ട് റീഡ് ചെയ്ത നമ്പറിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകും. ആ ഫംഗ്ഷന് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് ആ വാല്യൂ ഈ എഫ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആകും. ദെൻ ആ എഫ് എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്തു.
ഇനി നമ്മൾ ഈ ഫംഗ്ഷനുള്ളിൽ എന്താ ചെയ്തത്, എഫ് ഈക്വൽ ടു 1 ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആകുന്നത് വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓരോ ഇറ്ററേഷനും നമ്മിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ആണ് ഇൻപുട്ട് ചെയ്തെങ്കിൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ദെൻ 0 ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ദെൻ ആ വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് റിക്കഴ്സീവ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഒരു ഫംഗ്ഷനാണ് ചേഞ്ച് ചെയ്യാനുള്ളത്. ഇവിടെ നമ്പറെല്ലാം റീഡ് ചെയ്തു, ഫാക്ട് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു, എഫിൽ കിട്ടുന്ന വാല്യൂ പ്രിന്റ് അയച്ചു. അപ്പോൾ എപ്പോഴും റിക്കഴ്സീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിനൊരു ബേസ് കണ്ടീഷൻ വേണം, അതായത് ഒരു എക്സിറ്റ് കണ്ടീഷൻ വേണം. കാരണം ഒരു റിക്കഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിക്കഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനുള്ളിൽ നിന്നുകൊണ്ട് സെയിം ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്ന മെത്തേഡാണ് റിക്കഴ്സീവ് ഫംഗ്ഷൻ. അപ്പോൾ റിക്കഴ്സീവ് ഫംഗ്ഷൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനൊരു എളുപ്പ വഴിക്ക് ഞാൻ ചെറിയൊരു സ്ലൈഡ് ഞങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അതിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കേസിൽ എന്നിൻ്റെ വാല്യൂ 5 ആണ് ഇൻപുട്ട് ചെയ്യുന്നത് കരുതുക. സപ്പോസ് വി നീഡ് ടു ഫൈൻഡ് ദി ഫാക്ടോറിയൽ ഓഫ് 5. സോ n ഈക്വൽ ടു 5 ആണ്. അപ്പോൾ റിക്കഴ്സീവ് പ്രൊസീജിയർ അതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതാണ്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ്റെ പേര് ഫാക്ട് എന്നാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ റിസീവ് ചെയ്യുന്നത് ഒരു വാല്യൂ ആയിരിക്കും, ഫോർ എക്സാമ്പിൾ 5. ഇനി യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ നിങ്ങൾക്കറിയാം 0 ഫാക്ടോറിയൽ 1 ആണ് അല്ലേ. അപ്പോൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് കണ്ടീഷൻ. എപ്പോഴും ഒരു റിക്കഴ്സീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിനൊരു ബേസ് കണ്ടീഷൻ വേണം. ബേസ് കണ്ടീഷൻ ഇല്ലാണ്ട് റിക്കഴ്സീവ് ഫംഗ്ഷൻ എഴുതരുത്. അല്ലാത്ത കേസിൽ ഇത് എന്ത് ചെയ്യും, ഇൻഫിനിറ്റ് ആയിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ബേസ് കണ്ടീഷൻ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ 1 റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് ഫാക്ടോറിയൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, n ഇൻറ്റു ഫാക്ട് ഓഫ് n-1. ഇവിടെ ഫംഗ്ഷൻ്റെ പേര് ഫാക്ട് എന്നാണ്. അപ്പോൾ ഈ ഫംഗ്ഷനെ ആ ഫംഗ്ഷനെ സെയിം ഫംഗ്ഷനുള്ളിൽ നിന്നുകൊണ്ട് വീണ്ടും വിളിക്കുന്നതിന് പറയുന്ന പേരാണ് എന്താ, റിക്കഴ്സീവ് ഫംഗ്ഷൻ. അതായത് ഫാക്ട് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനെ ഈ ഫംഗ്ഷനുള്ളിൽ നിന്നുകൊണ്ട് വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതുവരെ പോകും, ഓരോ ടൈം ഈ ഫാക്ട് വിളിക്കുമ്പോഴും എന്നിൻ്റെ വാല്യൂ മൈനസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ 5 ആണെങ്കിൽ 5 നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ എൽസിലോട്ട് വരും. സോ റിട്ടേൺ 5 ഇൻറ്റു ഫാക്ട് ഓഫ് n-1, ദാറ്റ് ഈസ് 5 ഇൻറ്റു ഫാക്ട് ഓഫ് 4 അല്ലേ. അതായത് 5 ഫാക്ടറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 ആണ്. 4 ഫാക്ടറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും ഇതേ കാര്യം വിളിക്കുകയാണ്. 4 ഇൻറ്റു ഫാക്ട് ഓഫ് 3. സോ 3 ഫാക്ടറിയൽ എന്താണ്, 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2. 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു ഫാക്ട് ഓഫ് 1. 1 ഫാക്ടറിയൽ എന്താണ്, 1 ഇൻറ്റു ഫാക്ട് ഓഫ് 0. 0 എത്തി കഴിഞ്ഞാൽ 1 ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ അത് എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക, തൊട്ട് മുമ്പ് ആരാണോ വിളിച്ചത് അങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ ഒന്ന് നോക്കാം. ഇവിടെ ഇനീഷ്യലി ദിസ് ഈസ് ദി ഫംഗ്ഷൻ. ഞങ്ങളുടെ ഓരോ ഫംഗ്ഷൻ ഓരോ ബ്ലോക്ക് ആക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഇനീഷ്യലി എന്നിൻ്റെ വാല്യൂ 5 ആണ് വരുന്നത്. ഇനീഷ്യലി എന്നിൻ്റെ വാല്യൂ 5 ആണ്. സോ ഞാനിവിടെ ഫാക്ട് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനെ എഫ് എന്ന് നൊട്ടേറ്റ് ചെയ്യാണ് ഒന്ന് ഈസിനെസ്സിന് വേണ്ടിയിട്ട്. സോ എഫ് ഈക്വൽ ടു ഈ റിസൾട്ട് എഫ് ഈക്വൽ ടു 5 ഇൻറ്റു ഫാക്ട് ഓഫ് 4. ഈ എഫ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ പേരാണ്. സോ 5 ഇൻറ്റു ഫാക്ട് ഓഫ് 4. സോ വീണ്ടും ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷനകത്തോട്ട് എന്നിൻ്റെ വാല്യൂ എത്രയാണ് പോകുന്നത്, 4. അതായത് ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് n-1 ആണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 4 വന്നത്. അപ്പോൾ 4ൻ്റെ ഫാക്ടറിൽ എന്താണ്, 4 ഇൻറ്റു ഫാക്ട് ഓഫ് 3. അപ്പോൾ വീണ്ടും വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. സോ ഇവിടെ ഈ ഒരു ഫംഗ്ഷനകത്തോട്ട് ആർഗ്യുമെൻ്റ് വരുന്നത് n ഈക്വൽ ടു 3 ആണ്. സോ 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2. വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. സോ n ഈക്വൽ ടു 2 ആകും. 2 ഇൻറ്റു ഫാക്ട് ഓഫ് 1. അഗെയിൻ ഫംഗ്ഷനെ വേറെ ഫംഗ്ഷനെ കോൾ ചെയ്യും. n ഈക്വൽ ടു 1 ആണ്. സോ 1 ഇൻറ്റു ഫാക്ട് ഓഫ് 0. വീണ്ടും വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യും. 0 എത്തിക്കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 0 എത്തിക്കഴിഞ്ഞാൽ 1 ആണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലേ. എന്നിൻ്റെ വാല്യൂ 0 എത്തിക്കഴിഞ്ഞാൽ 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ 1 റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങോട്ടല്ല റിട്ടേൺ ചെയ്യുക, പകരം തൊട്ട് മുമ്പ് ആരാണോ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തത്, ഈ ഫംഗ്ഷൻ ആരാണോ കോൾ ചെയ്തത് അങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക. അതായത് ഈ എഫ് ഓഫ് 0യുടെ സ്ഥാനത്ത് ഈ 1 റീപ്ലേസ് ആയി വരും. സോ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഈ 1 ഇങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക. സോ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഈ 2 ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് 6. ആ 6നെ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ 4 ഇൻറ്റു 6 ദാറ്റ് ഈസ് 24. ആ 24 ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ 5 ഇൻറ്റു 24 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ റിസൾട്ടാണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക. സോ 5 ഇൻറ്റു 24 ദാറ്റ് ഈസ് 120. അപ്പോൾ നിങ്ങൾക്കറിയാം 5ൻ്റെ ഫാക്ടോറിയൽ എത്രയാണ്,
120 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് പ്രോഗ്രാം ആക്കിയിട്ടൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബേസ് കണ്ടീഷൻ ഫസ്റ്റ് എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്ന നമ്പർ ഈക്വൽസ് 0 ആണെങ്കിൽ, റിസീവ് ചെയ്യുന്ന നമ്പർ ഈക്വൽ 0 ആണെങ്കിൽ 1 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. 1 റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? എൽസ് റിട്ടേൺ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ്, ഫാക്ടോ എന്നുള്ളത് ഈ ഫംഗ്ഷൻ്റെ പേര് തന്നെയാണ്, ആ സെയിം ഫംഗ്ഷനെ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ്, ഫാക്ടോ ഓഫ് ഇൻപുട്ട് ചെയ്ത നമ്പർ -1. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തോളും. ഏതുവരെ പോകും? നമ്മിൻ്റെ വാല്യൂ 0 ആകുന്നത് വരെ. പിന്നെ 0 ആയി കഴിഞ്ഞാൽ 1 ആണ് അവിടെ നിന്ന് റിട്ടേൺ ചെയ്യുക. വീണ്ടും ഇത് റിവേഴ്സ് ഓർഡറിൽ വരും. ദെൻ ഫൈനലി ഇവിടെ കിട്ടുന്ന റിസൾട്ടോടെ പ്രിന്റ് ചെയ്യും. ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് 120 ആയിരിക്കും. ഇതുപോലെ ഏത് നമ്പറും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 4 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫാക്ടോറിയൽ 24 ആണ്. അപ്പോൾ ഇതാണ് ചെറിയൊരു റിക്കഴ്സീവ് പ്രോഗ്രാം. വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. അതായത് ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് തൊട്ട് മുമ്പത്തെ നമ്പർ, അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യും. അപ്പോൾ ഒരു റിക്കഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനുള്ളിൽ നിന്നുകൊണ്ട് സെയിം ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെയാണ് സെയിം ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് റിക്കഴ്സീവ് ഫംഗ്ഷൻ ഓർ സർക്കുലർ ഡെഫിനിഷൻ എന്നും പറയും. ഇതിന് വേറെ പേരാണ് സർക്കുലർ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.